മഖം നക്ഷത്രത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങളിൽ 10ാമത്തെ നക്ഷത്രമാണ് മകം. പൊതുവായ പ്രത്യേകതകൾ: നക്ഷത്രനാഥൻ കേതു. രാശി ചിങ്ങം. ചിങ്ങം രാശിയിലെ ആദ്യത്തെ നക്ഷത്രം. ദേവത പിതൃക്കൾ. ചിഹ്നം പല്ലക്ക് അല്ലെങ്കിൽ രാജസിംഹാസനം. ഗണം അസുരഗണം. യോനി ആൺകുതിര. പക്ഷി ചകോരം. വൃക്ഷം പേരാൽ. സ്വഭാവ സവിശേഷതകൾ: മഖം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ആഭിജാത്യവും തന്റേടവുമുള്ളവരായിരിക്കും. ഇവരുടെ ചില പ്രധാന ഗുണങ്ങൾ ഇവയാണ്: നേതൃത്വപാടവം. മറ്റുള്ളവരെ നയിക്കാനുള്ള പ്രത്യേക കഴിവ് ഇവർക്കുണ്ടാകും. അധികാരവും പദവികളും ഇവർ ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യും. പിതൃഭക്തി. മുതിർന്നവരെ ബഹുമാനിക്കുന്നവരും കുടുംബ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നവരുമായിരിക്കും. സത്യസന്ധത. നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ താൽപ്പര്യപ്പെടുന്നവരാണ് ഇവർ. കഠിനാധ്വാനം ചെയ്യാൻ ഇവർക്ക് മടിയില്ല. ധൈര്യം. വെല്ലുവിളികളെ നേരിടാൻ പ്രത്യേക ധൈര്യം ഇവർ കാണിക്കാറുണ്ട്. പലപ്പോഴും പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരാണെങ്കിലും അത് വേഗം തണുക്കുകയും ചെയ്യും. മകം നക്ഷത്രക്കാരുടെ ജീവിതം. കരിയർ. സർക്കാർ ജോലികൾ, രാഷ്ട്രീയം, ഭരണം, ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കാറുണ്ട്. സ്വന്തം അധ്വാനത്തിലൂടെ സമ്പത്തും പ്രശസ്തിയും നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. കുടുംബം. കുടുംബത്തിനു വലിയ പ്രാധാന്യം നൽകുന്നവരാണ് മകം നക്ഷത്രക്കാർ. ജീവിത പങ്കാളിയോടും മക്കളോടും വളരെയധികം സ്നേഹം പുലർത്തുന്നവരായിരിക്കും. ദോഷപരിഹാരങ്ങൾ. മകം നക്ഷത്രക്കാർ കേതുവിന്റെ ദശയിലാണ് ജനിക്കുന്നത്. ദോഷപരിഹാരത്തിനായി താഴെ പറയുന്നവ ചെയ്യാവുന്നതാണ്: ഗണപതി ഭജനം. വിഘ്നങ്ങൾ മാറാൻ ഗണപതി ഹോമമോ വഴിപാടുകളോ നടത്തുന്നത് ഉത്തമമാണ്. പേരാൽ നടുക. നക്ഷത്രവൃക്ഷമായ പേരാൽ നട്ടുപിടിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും ഗുണകരമാണ്. ശിവക്ഷേത്ര ദർശനം. ഞായറാഴ്ചകളിലോ ജന്മനക്ഷത്ര ദിവസങ്ങളിലോ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് മനഃശാന്തി നൽകും. മകം പിറന്ന മങ്ക എന്ന ചൊല്ലു പ്രശസ്തമാണെങ്കിലും സ്ത്രീ പുരുഷ ഭേദമന്യേ ഭാഗ്യമുള്ള നക്ഷത്രമായാണ് മകം കണക്കാക്കപ്പെടുന്നത്. മകം നക്ഷത്രം ചിങ്ങം രാശിയിൽ വരുന്നതിനാൽ ഈ നക്ഷത്രക്കാർക്ക് സൂര്യന്റെ, ചിങ്ങം രാശിനാഥൻ, പ്രഭാവവും കേതുവിന്റെ, നക്ഷത്രനാഥന്റെ ആത്മീയ സ്വാധീനവും ഒരേപോലെ ലഭിക്കുന്നു. ഭൂതം വായു. മൃഗം ആൺകുതിര. വേഗതയെയും കരുത്തിനെയും സൂചിപ്പിക്കുന്നു. അക്ഷരങ്ങൾ മാ, മീ, മൂ, മേ. വിവിധ പാദങ്ങൾ ക്വാർട്ടേഴ്സ്. ഓരോ നക്ഷത്രത്തിനും 4 പാദങ്ങളുണ്ട്. ജനിച്ച പാദമനുസരിച്ച് സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ വരാം. 1-ാം പാദം ചൊവ്വയുടെ സ്വാധീനം. ഇവർ കൂടുതൽ ധൈര്യശാലികളും കർമ്മനിരതരുമായിരിക്കും. 2-ാം പാദം ശുക്രന്റെ സ്വാധീനം. ഇവർ കലകളിലും ആഡംബരങ്ങളിലും താൽപ്പര്യമുള്ളവരായിരിക്കും. 3-ാം പാദം ബുധന്റെ സ്വാധീനം. ബുദ്ധിശക്തിയും കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള കഴിവും ഇവർക്ക് കൂടുതലായിരിക്കും. 4-ാം പാദം ചന്ദ്രന്റെ സ്വാധീനം. ഇവർ കൂടുതൽ വികാരജീവികളും കുടുംബത്തോടടുത്ത ബന്ധം പുലർത്തുന്നവരുമായിരിക്കും. മകം നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ. ഡീപ് ഡൈവ്. വിദ്യാഭ്യാസം. സാമൂഹിക ശാസ്ത്രം, സോഷ്യോളജി, നിയമം, രാഷ്ട്രീയം, ചരിത്രം തുടങ്ങിയ വിഷയങ്ങളിൽ ഇവർക്ക് താൽപ്പര്യമുണ്ടാകാറുണ്ട്. ഗവേഷണബുദ്ധിയോടെ കാര്യങ്ങളെ സമീപിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. സമ്പാദ്യം. പൊതുവെ ഭാഗ്യമുള്ള നക്ഷത്രമാണെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാരമ്പര്യമായി കിട്ടുന്ന സ്വത്തുകൾ ഇവർക്ക് ഗുണകരമാകാറുണ്ട്. ആരോഗ്യം. നട്ടെല്ല്, ഹൃദയം, ദഹനം എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പതിവായുള്ള വ്യായാമം ഇവർക്ക് അത്യാവശ്യമാണ്. പ്രശസ്തമായ പഴഞ്ചൊല്ലുകൾ. മകം പിറന്ന മങ്ക. മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഐശ്വര്യവും രാജകീയമായ ജീവിതവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. മകം മകരം കൊയ്ത്ത്. കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ടും ഈ നക്ഷത്രത്തിന് പ്രാധാന്യമുണ്ട്. ആരാധനയും അനുഷ്ഠാനങ്ങളും. പിതൃതർപ്പണം. ഈ നക്ഷത്രത്തിന്റെ ദേവത പിതൃക്കളായതുകൊണ്ട് കർക്കിടക വാവു പോലെയുള്ള ദിവസങ്ങളിൽ പിതൃതർപ്പണം നടത്തുന്നത് ഇവർക്ക് വലിയ ഗുണം ചെയ്യും. നിറം. ചുവപ്പ് അല്ലെങ്കിൽ സ്വർണ്ണ നിറം ഇവർക്ക് ഭാഗ്യദായകമായ നിറങ്ങളാണ്. രത്നം.
വൈഡൂര്യം കാറ്റ്സ് ഐ ആണ് കേതുവിന്റെ രത്നം. ഇത് ധരിക്കുന്നതിനു മുൻപ് ഒരു വിദഗ്ധ ജ്യോതിഷിയുടെ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും.